ഹല്ലേലൂയ. നിങ്ങളേവരും ക്രിസ്തുവിൽ അനുഗ്രഹീതരും സുരക്ഷിതരുമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കൃപാകരങ്ങളിൽ നിങ്ങൾ പൊതിയപ്പെട്ടിരിക്കട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. അനുഗ്രഹീതമായൊരു ദിവസം നിങ്ങൾക്ക് നേരുന്നു. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. യൂദായുടെ ലേഖന പഠന പരമ്പരയുടെ 8 വാക്യങ്ങളെ കഴിഞ്ഞ് 9-ാം വാക്യത്തിലാണ് നാം നിൽക്കുന്നത്. 9-ാം വാക്യത്തിലെ 2 ഭാഗങ്ങളെ നാം ഒന്ന് തൊടുകയുണ്ടായി. ഒന്നാമതായി മിഖായേൽ പ്രധാന ദൂതനാകുന്നു എന്നുള്ള ഭാഗം. രണ്ടാമതായി മോശയുടെ ശരീരത്തിന് വേണ്ടി വാദിക്കുന്നു എന്നുള്ള വിഷയം. നമുക്ക് ആ വാക്യം ഒരുമിച്ച് വായിക്കാം. യൂദായുടെ ലേഖനം 9-ാം വാക്യം. എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുന്നു. നമ്മൾ കണ്ടു മോശയുടെ ശരീരം. മോശ മരിച്ചത് പിസ്ഗായുടെ കൊടുമുടിയിൽ. മോശ അടക്കം ചെയ്യപ്പെട്ടത് പെയോരിൻ്റെ വീട്, ദുർദൈവമായ പെയോരിൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റിലുള്ള താഴ്വരയിൽ മോശയെ അടക്കം ചെയ്യുന്നു. അവിടെ വരെയാണ് നമ്മൾ കണ്ടത്. അടുത്ത ചോദ്യം ഇതാണ്: എന്തിനു വേണ്ടി മോശയുടെ ശരീരത്തിന് വേണ്ടി ഒരു വാദഗതി നടക്കുന്നു? ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ, മോശയുടെ ആത്മാവിന് വേണ്ടിയോ മോശയുടെ പ്രാണന് വേണ്ടിയോ അല്ല വാദം നടന്നത്. മോശയുടെ ശരീരത്തിന് വേണ്ടിയാണ് വാദം നടന്നത്. അപ്പോൾ എന്തിനാണ് മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാച് വാദിക്കുന്നത്? അവിടെയാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. സഹോദരങ്ങളെ, ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ കേട്ട് പരിചയമുള്ളവരായിരിക്കാം. ചിലപ്പോൾ ഇതിങ്ങനെയാണോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അതാണ് സത്യം. മോശയുടെ ശരീരത്തെക്കുറിച്ച് ആവർത്തന പുസ്തകം 34:6 നാം വായിച്ച ഒരു വേദഭാഗമുണ്ട്. അവിടെ ബേൽ പെയോരിന് എതിരെയുള്ള താഴ്വരയിൽ അവനെ അടക്കം ചെയ്തു. പക്ഷേ അവൻ്റെ ശവക്കുഴി ആരും ഇന്ന് വരെ അറിയുന്നില്ല. എന്തുകൊണ്ടറിയുന്നില്ല? ഞാൻ ഒറ്റ വാക്കിൽ പറയാം: മോശയുടെ ശരീരം ഇന്ന് ഭൂമിയിലെ ഒരു ശവക്കുഴിയിലും ഇല്ല. അതാണ് യാഥാർത്ഥ്യം. മോശയുടെ ശരീരം ഇന്നൊരു ശവക്കുഴിയിലുമില്ല. മോശയുടെ ശരീരം ഈ പിശാചിനോട് വാദിച്ച് അത് ശവക്കുഴിയിൽ നിന്ന് ദൂതൻ പൊക്കിയെടുത്ത് മാറ്റി എടുത്തു. മോശയുടെ ശരീരം ഇന്ന് ശവക്കുഴിയിലില്ല. ലാസർ ഉയർത്തതുപോലെ, നൈനിലെ വിധവയുടെ മകൻ ഉയർത്തതുപോലെ മോശ ഉയർത്തു മരണത്തിൽ നിന്ന്. നിങ്ങൾക്കൊരുപക്ഷെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടായിരിക്കാം. എൻ്റെ സഹോദരങ്ങളെ, അപ്പോൾ മോശ മരിച്ചിട്ടില്ലേ? മോശ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു. അവിടെ നിന്ന് മോശ ഉയർത്തെഴുന്നേറ്റു. ഇനിയും മോശ ഭൂമിയിൽ വരും. മോശ മരിക്കും. മോശ ഏലിയാവിനെ പോലെ ശരീരത്തോടുകൂടി ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്ത് വിശ്രാമത്തിലാണ്. മോശ ഇപ്പോൾ ശരീരവും ആത്മാവും തമ്മിൽ വേർപെട്ടിട്ടില്ല. മോശയുടെ ശരീരത്തിൽ തന്നെയാണ് മോശയുടെ ആത്മാവുള്ളത്. ഏലിയാവിൻ്റെ ശരീരത്തിൽ തന്നെയാണ് ഏലിയാവിൻ്റെ ആത്മാവുള്ളത്. അപ്പോൾ ചിലർ ചോദിച്ചേക്കാം, അപ്പോൾ ഹാനോക്കോ എന്നുള്ളത്? ഞാൻ അതിലേക്ക് കടന്നു വരാം. മോശയുടെ ശരീരത്തിൽ തന്നെയാണ് മോശയുടെ ആത്മാവ്. ഏലിയാവിൻ്റെ ശരീരത്തിൽ തന്നെയാണ് ഏലിയാവിൻ്റെ ആത്മാവ്. ഞാൻ 2 തെളിവുകളെ പുതിയ നിയമത്തിൽ നിന്ന് കൊണ്ടുവരാം. യേശു കർത്താവ് രൂപാന്തരമലയിൽ നിൽക്കുകയാണ്. യേശു കർത്താവ് രൂപാന്തരമലയിൽ നിൽക്കുമ്പോൾ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുഖഭാവം മാറി വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. അവിടെ പത്രോസ് യോഹന്നാനും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ യേശുവിനോടുകൂടെ 2 പേർ ഇറങ്ങി വരുന്നു. ഒരാൾ മോശയും ഒരാൾ ഏലിയാവും. അവർ യേശുവുമായി സംഭാഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ കർത്താവിനോട് സംസാരിക്കുന്നത് കണ്ടു. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഏലിയാവ് മരിച്ച് അടക്കം ചെയ്യപ്പെട്ടയാളായിരുന്നെങ്കിൽ മോശ, ഇവർ 2 പേരും ഒരേ സ്ഥലത്തു നിന്ന് വന്നവരാണ്. അങ്ങനെയെങ്കിൽ ഇവർ 2 പേരുടെയും ശരീരത്തിനകത്ത് ആത്മാവ് ഉൾക്കൊള്ളുന്നവരാണ്. അടുത്ത വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ 2 സാക്ഷികൾക്ക് വരം നൽകും എന്ന് പറയുകയാണ്. വീണ്ടും അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർക്ക് ആകാശം അടച്ചു കളവാനും
ഭൂമിയെ ദണ്ഡിപ്പിക്കുവാനും അധികാരം ഉണ്ട് എന്ന് പറയുന്നു. വീണ്ടും 7-ാം വാക്യത്തിൽ അവരെ മൃഗം കൊന്നുകളയും എന്ന് നാം വായിക്കുന്നു. വീണ്ടും 8-ാം വാക്യത്തിൽ അവരുടെ ശവം സൊദോം എന്ന് പേരുള്ള ആത്മീയ സൊദോമിൽ കിടക്കും എന്ന് പറയുന്നു. വീണ്ടും 9-ാം വാക്യത്തിൽ അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നു. എന്നാൽ 11-ാം വാക്യത്തിൽ 3.5 ദിവസം കഴിഞ്ഞ ശേഷം ഇവരുടെ ശവങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നതും അവർ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നതും കാണുവാൻ കഴിയുന്നു. അതാണ് മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനം. അല്ലെങ്കിൽ കർത്താവ് മടങ്ങി വരുമ്പോൾ വിശുദ്ധന്മാർ ഉയർക്കുന്നത് പോലെ രൂപാന്തര ശരീരത്തിലുള്ള ഉയർപ്പ് എന്ന് പറയുന്നത് മോശയ്ക്കും ഏലിയാവിനും യേശു കർത്താവിൻ്റെ മടങ്ങിവരവിന് അനന്തരമുള്ള 7 വർഷത്തെ ഉപദ്രവകാലങ്ങൾക്കപ്പുറം ഹർമഗദോനുമായി ബന്ധപ്പെട്ട് ആണ് മോശയും ഏലിയാവിൻ്റെയും യഥാർത്ഥ മരണവും ഉയർപ്പും സംഭവിക്കുന്നത്. ഒരിക്കൽ മരിക്കയും ന്യായവിധിയും മനുഷ്യന് നിയമിച്ചിരിക്കുന്നു. ആകയാൽ മോശയും ഏലിയാവും മരിച്ചേ പറ്റുകയുള്ളൂ. മോശയും ഏലിയാവും മരിച്ചിട്ടില്ല എന്ന് യേശുവിൻ്റെ മറുരൂപമല്ല നമ്മളെ പഠിപ്പിക്കുമ്പോൾ മോശയും ഏലിയാവും മരിക്കും എന്നുള്ളത് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ ഒത്തിരി കാലങ്ങൾ കേട്ടിട്ടുണ്ട്, മോശെ വടിയെടുത്ത് പാറയെ അടിച്ചതുകൊണ്ട് ദൈവം മോശയ്ക്ക് കനാനെ അവകാശമാക്കി കൊടുത്തില്ല എന്നൊക്കെ. മോശയ്ക്ക് കനാനിലേക്ക് ദൈവം എത്താൻ അനുവദിച്ചില്ല, പക്ഷേ രൂപാന്തരമലയിൽ യേശുവിനോടുകൂടെ നിൽപ്പാൻ സമ്മതിച്ചു. മോശയുടെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല, മോശയുടെ ശുശ്രൂഷ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ മോശയുടെ ശരീരം ഉയർത്ത് ഇപ്പോൾ ഏലിയാവിനെ പോലെ വേറെ ഒരു സ്ഥലത്ത് വിശ്രമിക്കുകയാണ്. അപ്പോൾ ചോദിക്കും, ഹാനോക്കല്ലേ ഈ വെളിപ്പാട് 11-ൽ വരുന്നതെന്ന്? എൻ്റെ സഹോദരങ്ങളെ, ഹാനോക്കിന് യഹൂദനുമായി ബന്ധമില്ല. ഹാനോക്ക് മനസ്സാക്ഷി യുഗത്തിലെ ഭക്തനാണ്. മോശയാണ് ഇസ്രായേലിന് ന്യായപ്രമാണം നൽകിയത്. ഏലിയാവാണ് ഇസ്രായേലിലെ ഏറ്റവും ശക്തനായ പ്രവാചകൻ. അപ്പോൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട 2 പ്രവാചകന്മാർ ഉത്തരവാദിത്വമുള്ളവർ മോശയും ഏലിയാവുമാണ്. അവിടെ ഹാനോക്കിനൊരു റോളില്ല. ഹാനോക്ക് മരിക്കും, ഉയർക്കും, അത് ദൈവത്തിൻ്റെ വിഷയം. പക്ഷേ ഇസ്രായേലുമായി ബന്ധപ്പെട്ട പഠനത്തിനകത്ത് ഹാനോക്കിന് ഒരു റോളില്ല, അത് മോശയും ഏലിയാവുമാണ്. അപ്പോൾ മോശയുടെ നിയോഗം ബാക്കി കിടക്കുകയാണ്, മോശയുടെ ശുശ്രൂഷ ബാക്കി കിടക്കുകയാണ്. ആ ശുശ്രൂഷ നിറവേറണമെങ്കിൽ മരിച്ചവരിൽ നിന്ന് മോശ എഴുന്നേറ്റാലേ കഴിയുകയുള്ളൂ. പക്ഷേ പിശാച് കയറി വാദിക്കുകയാണ്, ഇല്ല, മോശയുടെ ശുശ്രൂഷ ഇനിയും ചെയ്യാൻ സമ്മതിപ്പിക്കത്തില്ല, മോശ ഇവിടെ മരിക്കണം, മോശ ഇവിടെ അവസാനിക്കണം, മോശ ഇനിയും ജീവിക്കണ്ട എന്ന് അവർ വാദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആമേൻ, ദൂതൻ ഇറങ്ങി വന്ന് മോശയുടെ മേൽ കിടക്കുന്ന ശുശ്രൂഷ നിവർത്തീകരിച്ചെടുക്കും, മോശയുടെ മേൽ കിടക്കുന്ന ശുശ്രൂഷ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് മോശയെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഞാൻ ഒരു കാര്യം അതിൽ നിന്ന് പറയട്ടെ, നിന്റെ ശുശ്രൂഷ തീരാതെ നിന്റെ ആത്മാവും ശരീരവും തമ്മിൽ വേർപെടുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. ദൈവം നിയമിച്ച ശുശ്രൂഷ ദൈവം പൂർത്തീകരിക്കും. ദൈവം നിയമിച്ച ശുശ്രൂഷ ദൈവം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. മോശയുടെ ശരീരം ഉയർത്തു, അതൊരിടത്ത് വിശ്രമ സ്ഥലത്താണ്. അതിനെ ഉയർപ്പിക്കാൻ, ആ ശരീരത്തെ കൊണ്ടുപോകാൻ തക്കവണ്ണം പ്രധാന ദൂതൻ വന്നപ്പോഴാണ് ബാൽപ്പയോരിൻ്റെ മണ്ണിൽ കിടന്ന് ഇവിടെ നിന്ന് ഉയർപ്പിക്കാൻ സമ്മതിക്കത്തില്ല, ഈ ശരീരം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഈ ബോഡി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പിശാച് കയറി എതിര് നിന്നു. അവിടെയാണ് ഡിസ്പ്യൂട്ട് റിഗാർഡിങ് ദ ബോഡി ഓഫ് മോസസ്. ശവത്തിന് വേണ്ടി പിശാച് കയറി പിടിക്കുക. കണ്ടോ, മോശയുടെ ശവത്തെ പോലും പിശാച് ഭയപ്പെടുകയാണ്. ഒരഭിഷക്തൻ്റെ ശവത്തെ പോലും പിശാചിന് പേടിയാ. കാരണം എലീശയുടെ ശവത്തെ തൊട്ടാൽ, അസ്ഥിയെ തൊട്ടാൽ അവൻ മരിച്ചവൻ ചലിക്കുമായിരുന്നു. അതാണ് ദൈവത്തിൻ്റെ മഹത്വം. നമ്മുടെ ശവത്തെ പോലും പിശാചിന് പേടിയാ, പിന്നെയാണോ നമ്മുടെ ജീവനുള്ള ശരീരത്തെ? മോശയുടെ ശരീരത്തെക്കുറിച്ച് തർക്കിച്ച് വാദിക്കുന്നു. ഇതാണ് അതിലെ യാഥാർത്ഥ്യം. ഇനിയും ഈ വാക്യത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് നാളെ പ്രവേശിക്കാം. ഈ വിഷയം ഒരല്പം ഗഹനമായതുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞ് അവിടെ പൂർത്തീകരിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.